പടയണിയുടെ നാട്ടിൽ നിന്ന് അങ്ങ് തെയ്യങ്ങളുടെ നാട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. അതും കുറഞ്ഞ ചെലവിൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ KSRTC വോൾവോ 9600 AC ബസ്സിൽ പറശ്ശിനിക്കടവെത്തി പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ടുവരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂരാണ് കേട്ടോ. ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. പുതിയ സ്റ്റാൻഡ് ഉടനെ തന്നെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അതിനുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. സമയം ഏകദേശം 10:38 കേട്ടോ. 10:45 നമ്മുടെ ചെങ്ങന്നൂർ ബസ് വരേണ്ട ടൈം എന്ന് പറയുന്നത്. സമയമാണെങ്കിൽ ഇനി ധാരാളമായിട്ട് ഉണ്ട് താനും. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് കേട്ടോ. വോൾവോ 9600 ബസ്സിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. AC സീറ്റർ ബസ് കേട്ടോ. ഞാൻ ബുക്ക് ചെയ്ത ബസ് ഇതല്ല, അത് ഞാൻ വഴിയെ പറയാം. KS 450 ബസ് നമ്പർ. അതും പുതുപുത്തൻ ബസ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല KSRTCയുടെ പുതുപുത്തൻ വോൾവോ ബസ്സായിരിക്കും വരുന്നതെന്ന്. ഞാൻ ബുക്ക് ചെയ്തത് പഴയ വെള്ള കളറുള്ള വോൾവോ ബസ്സില്ലേ, അതാണ് കേട്ടോ. ഇനി അകത്ത് കയറിയിട്ട് ബസ്സിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. സമയം എന്ന് പറയുന്നത് ഇപ്പം 11:07 അടുത്തു. ഇതിലാണ് നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് പോകുന്നതല്ലേ. അടിപൊളി ലുക്കാണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ്സിൽ കയറാൻ പോകുന്നത്. അപ്പോഴേ വലതുകാല് തന്നെ വെച്ച് ബസ്സിൽ കയറി കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മുടെ ഈ ബസ് ലേറ്റ് ആണ് കേട്ടോ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് ചെയ്ത ബസ് ക്യാൻസലായി. അതിന് പകരം വന്ന ബസ്സാണ് ഇത് സർവീസ് നടത്തുന്നത് ബാംഗ്ലൂർക്കാണ്. അപ്പോഴേ ഇതാണ് നമ്മുടെ ബസ്സിന്റെ ഉൾവശം വരുന്നത്. നല്ല നീല ലൈറ്റൊക്കെ ഇട്ട് പൊളപ്പനായിട്ടുണ്ടല്ലേ. അങ്ങനെ ഞാൻ സീറ്റിലിരുന്ന് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൾ അടിച്ചു കേട്ടോ. അല്ലാതെ ഒന്നും പറയാനില്ല. പുഷ് ബാക്ക് സീറ്റൊക്കെയാണ് കേട്ടോ. കാഫ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സീറ്റൊക്കെയാണ് ഈ ബസ്സിൽ വരുന്നത്. കാണിച്ചുതരാം. ഇവിടെ നമുക്ക് കാഫ് സപ്പോർട്ട് ഉള്ള ലിവറാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത് പുഷ് ബാക്ക്, നമുക്ക് സീറ്റ് ബാക്കിലോട്ട് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ലിവറാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ സൈഡിലത്തെ പുഷ് ബാക്കിന്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. ഞെക്കി വെച്ചാൽ മതി നമുക്ക് അത് പുഷ് ബാക്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. സമയവും AC കൂളിങ്ങും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. റീഡിംഗ് ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാഫ് സപ്പോർട്ട് വരുന്ന സീറ്റ്. അതുപോലെ തന്നെ ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ചാർജിങ് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ കൈയൊക്കെ വെക്കാനായിട്ടുള്ള സംഭവം ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് തരുന്നത് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്, ഞാൻ ഫ്രണ്ട് സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്, അത് തൊട്ട് മുമ്പിലായിട്ട് തന്നെ ബോട്ടിൽ വെക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് ഡ്രൈവർ ക്യാബിന് വേർതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷീൽഡ്, ഈ ഷീൽഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് മുകളിലോട്ട് ഡിക്ലൈൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുള്ള് വ്യൂ ഫ്രണ്ടിലത്തെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അടിപൊളി ഓണൊക്കെ ആണല്ലോ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതിനകത്ത് 2 ബസ് കാണിക്കും കേട്ടോ. ഒന്ന് 671 രൂപയ്ക്ക് സ്വിഫ്റ്റ് ഗരുഡ AC സ്ലീറ്റർ ബസ്. ഏകദേശം 671 എന്ന് പറയുന്നത് ഏകദേശം ഒരു 724 രൂപയാകും നമ്മൾ ബുക്ക് ചെയ്ത് വരുമ്പോൾ. അതുപോലെ തന്നെ AC മൾട്ടി ആക്സിൽ ബസ് 1111 രൂപ. ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഏകദേശം 1086 രൂപയോളം ആകും കേട്ടോ. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ബസ് കേട്ടോ. ഇത് വോൾവോ ആകാം, സ്കാനിയയുടെ ബസ്സാകാം. വൈറ്റ് ബസ്സാണ്. ഇത് വോൾവോയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഉണ്ട് സ്വിഫ്റ്റിൻ്റെ സ്ലീറ്റർ ബസ്സില്ലേ, അത് ഇതാണ് കേട്ടോ. ഓറഞ്ച് കളറിലെ ബസ്സില്ലേ, ഇത് AC ആണ് കേട്ടോ. ഇതിന് 671 രൂപയാണ്. 724 രൂപയോളം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ആകുന്നതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറിയാണ് ഈ ബസ്സുകൾ സർവീസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ടിക്കറ്റ് റേറ്റും ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്ത ബസ് പുറപ്പെടുന്നതിന് ഏകദേശം 1/2 മണിക്കൂർ മുമ്പ് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും. നമ്മുടെ ബസ്സിന്റെ നമ്പർ, അതുപോലെ തന്നെ ക്രൂവിന്റെ നമ്പർ, ക്രൂവിന്റെ പേര്, സീറ്റ് നമ്പർ, നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് ഏതാണോ അതിന്റെ നമ്പർ എല്ലാം ഉൾക്കൊള്ളിച്ച ഡീറ്റെയിൽസ് ഈ മെസ്സേജിലുണ്ടാവും. നമ്മൾ സഞ്ചരിക്കുന്നത് KSRTC തിരുവനന്തപുരം ഡിപ്പോയുടെ KS 450 വോൾവോ 9600 AC സീറ്റർ ബസ്സിലാണ് കേട്ടോ. 15 മീറ്ററോളം നീളമുള്ള ഈ ബസ്സിൽ 6 സിലിണ്ടർ റിയർ ഡീസൽ എഞ്ചിനാണ് ഉള്ളത്. 360 HP കരുത്തിന് പുറമെ ഫ്രണ്ട് ആൻഡ് റിയർ എയർ സസ്പെൻഷൻ വിത്ത് ഇലക്ട്രോണിക് കൺട്രോളും ഇതിൽ വരുന്നുണ്ട്. ബസ്സിനെ പറ്റി തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന ബസ് കേട്ടോ. ഇപ്പോഴാണ് ഇവനെ മൊത്തത്തിലൊന്ന് കാണാനായിട്ട് സാധിച്ചത്. നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ഡിപ്പോയുടെ മുമ്പിലാണ് കേട്ടോ. നമ്മുടെ ബസ് സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നാണ്. ഗരുഡ AC സ്ലീറ്റർ ബസ് സർവീസ് ആരംഭിക്കുന്നത് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നുമാണ്. ദീർഘദൂര സർവീസ് നടത്തുന്നതിനാൽ നമ്മുടെ ഈ ബസ്സുകൾ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ മാത്രം, ബസ് സ്റ്റാൻഡുകളിൽ മാത്രമേ കയറത്തുള്ളൂ. 8 മണിക്ക് തിരുവനന്തപുരത്തു നിന്ന് എടുത്ത ബസ് കിളിമാനൂർ കൊട്ടാരക്കര വഴി ചെങ്ങന്നൂർ എത്തുമ്പോഴത്തേക്കിനും സമയം ഏകദേശം 10:45 ആകും. അവിടുന്ന് പുറപ്പെട്ട നമ്മുടെ ബസ് കോട്ടയം മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി വഴി തൃശ്ശൂർ എത്തുമ്പോൾ സമയം 2:15 ആകും. അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്.
പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബസ് തിരൂർ, കുറ്റിപ്പുറം, കോട്ടക്കൽ, കോഴിക്കോട് വഴി വടകര, തലശ്ശേരി പിന്നിട്ട് നമ്മുടെ ബസ് കണ്ണൂർ എത്തുമ്പോൾ രാവിലെ ഏകദേശം 7 മണിയോടടുക്കും. കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് നമ്മുടെ ബസ് എത്തുമ്പോഴത്തേക്കിന് ഏകദേശം സമയം 7:30 കഴിയും. വെളുപ്പിന് 7:30. ചെങ്ങന്നൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ഏകദേശം 400 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഏകദേശം 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. നമ്മളിപ്പം മൂവാറ്റുപുഴ എത്തി കേട്ടോ. ഇവിടെ നിന്നൊക്കെ തന്നെ ഉണ്ടല്ലോ ആളുകളുണ്ട്, റിസർവ് ചെയ്ത ആളുകളൊക്കെ തന്നെ നമ്മുടെ ബസ്സിൽ കയറാനായിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർക്കും കണ്ണൂർക്കും കോഴിക്കോടുക്കും ഒക്കെയുള്ള ആളുകളാണ് ഈ ബസ്സിൽ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത്. പറശ്ശിനിക്കടവിലേക്കും ധാരാളം ആളുകൾ ഈ ബസ്സിലുണ്ട്. ഇപ്പം മൂവാറ്റുപുഴയാണ് സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രി 12:56 കേട്ടോ. ഇവിടെ നിന്ന് എറണാകുളത്തിന് 41 കിലോമീറ്ററും പാലക്കാടിന് 151 കിലോമീറ്ററുമാണ് ഉള്ളത്. നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേ 1-ലൂടെയാണ്, അതായത് MC റോഡിലൂടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാഷണൽ ഹൈവേ കയറും. NH 554 നമ്മളിപ്പം സഞ്ചരിക്കുന്നത്. അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ വരെ എനിക്ക് തോന്നുന്നു NH 544 തന്നെയാണെന്ന്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെ നമ്മൾ സഞ്ചരിക്കുന്നത് NH 69-ലൂടെയാണ്. കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ നേരെ NH 66-ലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് നേരെ കണ്ണൂരെത്തി അവിടെ നിന്ന് പറശ്ശിനിക്കടവിലേക്കാണ് നമ്മൾ പോകുന്നത്. നാഷണൽ ഹൈവേയിൽ ഇപ്പം പണി നടക്കുന്നത് കാരണം പകൽ സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. എന്നാൽ രാത്രി സമയത്ത് ഇത് നല്ല രീതിയിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിട്ടടിച്ച് വരുന്നവരാണ് ഭൂരിഭാഗം പേരും. വിട്ടടിച്ച് വരുമ്പോഴേ ഇവിടെ ഡീവിയേഷൻ കണ്ടോ, ഡീവിയേഷനൊക്കെ ഇതുപോലുള്ള ഡീവിയേഷനുകളൊക്കെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മൾ വിട്ടടിച്ച് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പലയിടത്തും നാഷണൽ ഹൈവേയുടെ പണികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടടിച്ച് വരുന്നുണ്ടല്ലോ, പെട്ടെന്നൊരു ഡീവിയേഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടാറുണ്ട് അല്ലേ. അപ്പോഴേ ഇതുവഴിയൊക്കെ പോകുന്നവർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവുക, സ്പീഡ് കുറച്ച് യാത്ര ചെയ്യുക. നമ്മളുണ്ടല്ലോ പാലിയേക്കര, തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തന്നെ എപ്പോഴും നമ്മൾ ന്യൂസിൽ കാണുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. ഇന്ന് നല്ല തിരക്ക് കുറവായതിനാൽ നമ്മളുടെ ബസ് പാലിയേക്കര ടോൾ പ്ലാസ മിനിറ്റുകൾക്കകം കടന്നു തന്നെ പോകും കേട്ടോ. ഇപ്പം ഫാസ്ടാഗ് ഒക്കെ ആയതുകൊണ്ട് വലിയ ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ബസ് അങ്ങോട്ട് ചെല്ലും, സ്കാൻ ചെയ്യും, പൊങ്ങി നമുക്കിനി പോകാവുന്നതാണ്. അപ്പം പാലിയേക്കര ടോൾ പ്ലാസയും കടന്ന് ഞങ്ങളുടെ ബസ് പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. രാത്രിയിൽ നമ്മുടെ സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലും ഒക്കെ തന്നെ സഞ്ചരിക്കുന്ന ഒരു ഫീലില്ലേ, അതൊന്നും ഈ AC ബസ്സിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ മറ്റൊരു വൈബ് കിട്ടും, നല്ല കംഫോർട്ടായിട്ടുള്ള യാത്ര സമ്മാനിക്കുന്നത് AC ബസ്സുകളൊക്കെ തന്നെയാണ്. അതും നമ്മുടെ വോൾവോ 9600 പോലുള്ള ബസ്സുകളെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലേക്കാണ്. നമ്മളിത് തൃശ്ശൂർ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ സ്കൈ വോക്കാണ് കേട്ടോ, ആകാശപാത. തൃശ്ശൂർ റൗണ്ടിലുള്ള ആകാശപാതയാണ് നമ്മളിത് ഈ കാണുന്നത് കേട്ടോ. AC ആണല്ലേ, നമ്മൾ ഇതിൽ കയറിയിട്ടില്ല. ഇനി തൃശ്ശൂർ വരുമ്പോൾ ഒരിക്കലും ഇതിൽ കയറണം. നല്ല ഭംഗിയാണ് രാത്രിയിലെ സ്കൈവേ കാണാനായിട്ട് തന്നെ. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലേക്കാണ്. നമ്മളിതേ ഈ കാണുന്നത് തൃശ്ശൂർ സ്റ്റാൻഡിലെ ബസ് വേ ആണ് കേട്ടോ. ഈ തൃശ്ശൂർ സ്റ്റാൻഡിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന ബസ്സാണ് കേട്ടോ. ഇവിടെ ആയിട്ടുണ്ടല്ലോ ഡബിൾ ഡെക്കർ ബസ് പുതിയത് തൃശ്ശൂർ വന്നിട്ടുണ്ട്. ആ കാണുന്നത് അത് കാണാം നമുക്ക്. സ്വിച്ച് KSRTC സിറ്റി ബസ് കേട്ടോ. തൃശ്ശൂർ ഡിപ്പോയുടെ KS 659 ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അല്ലേ കാണാനായിട്ട് തന്നെ അല്ലേ. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടില്ലേ, അതുപോലൊക്കെ തന്നെയുണ്ടല്ലേ ഇത് കാണാനായിട്ട്. പുതുപുത്തൻ ബസ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടല്ലേ. രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. നല്ല ചുവന്ന കളറിൽ കറുപ്പും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഒക്കെ ചേർത്തുള്ള അടിപൊളിയായിട്ട് തന്നെ കളർഫുള്ളായിട്ടുള്ളൊരു ബസ്സാണ് കേട്ടോ. മേളിലുണ്ടല്ലോ റൂഫ് ടോപ്പ് ഇല്ല കേട്ടോ, ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. KSRTC തൃശ്ശൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൽ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന ചിത്രങ്ങളും ചെണ്ടമേളങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് അണിചേർത്തിട്ടുണ്ട്. തൃശ്ശൂർ KSRTC തൃശ്ശൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. മേളിലും ഓപ്പൺ ആണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ബസ്സിൽ തന്നെ തിരിച്ച് വന്ന് കയറിയിരിക്കുകയാണ്. ഇത് തൃശ്ശൂർ സ്റ്റാൻഡാണ് കേട്ടോ. തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബസ് എടുക്കുകയാണ് കേട്ടോ. ഡബിൾ ഡെക്കർ ബസ് കൊള്ളാമല്ലേ. ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വരും തൃശ്ശൂർക്ക്, അതും ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാനായിട്ട്. സ്റ്റാൻഡിൻ്റെ അവസ്ഥ ദയനീയമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് മുമ്പിൽ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. 6 വരി പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി നേരെ കോഴിക്കോടാണ് പോകുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തും. ഏകദേശം 120 കിലോമീറ്റർ
കിലോമീറ്ററോളം ദൂരമുണ്ട് കോഴിക്കോടിന്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതുമാണ്. അതിമനോഹരമായ യാത്രയാണ് നമുക്ക് ഈ ഹൈവേയിലൂടെ NH നമുക്ക് സമ്മാനിക്കുന്നത്. ദേ നോക്കിക്കേ. തെല്ലും സമയം പോയത് അറിഞ്ഞതേയില്ല. നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മളിനി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറും. ചരിത്ര പ്രശസ്തമായ വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. എന്നിരുന്നാലും ഉണ്ടല്ലോ, നമ്മുടെ ഈ വോൾവോ പോലുള്ള മൾട്ടി ആക്സിൽ ബസ്സുകളൊക്കെ ഇല്ലേ വലുത്, അതൊക്കെ കയറണമെങ്കിൽ ഈ കയറുന്ന വഴി തന്നെ കയറിയിട്ട് ഈ വഴി തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പണിഞ്ഞിരിക്കുന്ന സ്റ്റാൻഡാണ് നമ്മുടെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് ടെർമിനലൊക്കെ. നമ്മൾ സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഈ വഴി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങേണ്ടത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഒരു ബസ്സിന് കഷ്ടിച്ച് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ തന്നെയാണ് എൻട്രൻസ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ 2 തൂണുകൾക്കിടയിൽ വേണം വാഹനം പാർക്ക് ചെയ്യാമെന്നുള്ളത് തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ടെർമിനൽ KSRTCയുടെ ബസ് ടെർമിനൽ കൂടിയാണ് കോഴിക്കോട് ബസ് ടെർമിനൽ ബസ് സ്റ്റാൻഡ് നമ്മളിപ്പം കയറിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് നിരവധി ദീർഘദൂര യാത്രാ സർവീസുകളൊക്കെ തന്നെ KSRTC നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർക്ക് നിരവധിയായിട്ടുള്ള സർവീസുകൾ കർണാടക RTCയുടെയും കേരള RTCയുടെയും ഒക്കെ തന്നെ ഇതിൽ സർവീസുകളൊക്കെ തന്നെ നടത്തുന്ന ഒരു സ്റ്റാൻഡ് കൂടിയാണ് നമ്മുടെ കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഈ ബസ് വേയിലേക്ക് പിടിക്കുകയാണ് കേട്ടോ. കണ്ടോ, വലിയ 2 തൂണുകൾക്ക് ഇടയിലൂടെ വേണം നമ്മുടെ ബസ് അകത്തേക്ക് കയറാനായിട്ട്. സൂക്ഷ്യം കണ്ടുപിടുത്തില്ലെങ്കിൽ വോൾവോയുടെ സൈഡൊക്കെ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് എടുക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഇരുണ്ട ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. പലപ്പോഴും ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്റ്റാൻഡ് കൂടിയാണ് നമ്മുടെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ്. ഈ കാണുന്ന സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ ഏകദേശം 5 മിനിറ്റോളം നമ്മുടെ ബസ് നിർത്തിയിടും. ഏകദേശം സമയം ഇപ്പം 4:38 ആയിട്ടുണ്ടേ. കോഴിക്കോട് നമ്മൾ എത്തിച്ചേരേണ്ട ടൈം എന്ന് പറയുന്നത് ഏകദേശം 5:15 സൈറ്റിൽ കാണിക്കുന്നത്. എന്നാലും നമ്മൾ ഏകദേശം 3/4 മണിക്കൂറോളം നേരത്തെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഹൈവേയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി രാത്രി കാഴ്ചകളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് കണ്ണൂരെത്തിയിട്ട് കാണാം. ഹൈവേയിൽ പണിയൊക്കെ നടക്കുന്നതൊക്കെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഈ യാത്രയിലുടനീളമായിട്ട് അങ്കമാലി കഴിഞ്ഞതിന് ശേഷം കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിപ്പം സഞ്ചരിക്കുന്നത് നാഷണൽ ഹൈവേ 66 NH 66 ഇനി കണ്ണൂർക്ക് അധിക ദൂരമില്ല കേട്ടോ. ഈ ഒരു 10-20 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് 15 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് നമ്മൾ കണ്ണൂർ എത്തുന്നതായിരിക്കും കേട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുകളൊന്നും തന്നെ ഇല്ല. നോക്കിക്കേ, റോഡ് ശൂന്യമായിട്ട് കിടക്കുകയാണ്. സൈഡിലൊക്കെ വലിയ വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ തന്നെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നിരത്തിൽ കൂടുതലായിട്ട് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ തന്നെ. നമ്മൾ കണ്ണൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എണ്ണ അടിക്കണം, ഡീസൽ അടിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന ബസ്, വോൾവോ 9600. പകൽ വെളിച്ചത്തിൽ കാണാനും ഭംഗി ഏറെയാണ് അല്ലേ. തിരുവനന്തപുരം ഡിപ്പോയുടെ KS 450 KL 15A 2908. ഈ ബസ് പറശ്ശിനിക്കടവ് ബസ്സല്ല കേട്ടോ, വേറെ ബസ്സുണ്ട്. ഇത് ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്ന KSRTCയുടെ പുതുപുത്തൻ വോൾവോ 9600 ബസ്സാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് സ്പെയർ വന്ന ബസ്സാണ്. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ് കേടായാണ്. അതിന് പകരമായിട്ട് വന്ന ബസ്സാണ് ഈ വോൾവോ ബസ് എന്നത്. നമ്മളിപ്പം സഞ്ചരിക്കുന്നത് വളപട്ടണം പുഴയുടെ മുകളിലൂടെയാണ് കേട്ടോ. താഴെക്കൂടെ ഒഴുകുന്നത് വളപട്ടണം പുഴയാണ് കേട്ടോ. പറശ്ശിനിക്കടവ് മടപ്പുര സ്ഥിതി ചെയ്യുന്നതും വളപട്ടണം പുഴയുടെ തീരത്താണ് കേട്ടോ. നമ്മളിത് ഈ കാണുന്നുണ്ടല്ലോ, നമ്മുടെ മുമ്പിലായിട്ട് കാണുന്ന ആ പച്ച നിറത്തിലുള്ളതുണ്ടോ ഇരു സൈഡിലായിട്ട്, അത് കണ്ടൽക്കാടാണ് കേട്ടോ. കണ്ടൽക്കാട്. ഒരു ബസ് പോകുന്നുണ്ടോ, പാലത്തെ കൂടെ ഓവർടേക്ക് ചെയ്തു പോകുന്ന കാഴ്ചയാണ്
നമ്മൾ ദേ ഈ കാണുന്നത് കേട്ടോ. അഹങ്കാരം എന്നല്ലാതെ ഒന്നും തന്നെ പറയാൻ. ഇവിടെയൊക്കെ പ്രൈവറ്റ് ബസ് ഇങ്ങനെയാണ് കേട്ടോ. KL 58 Y 54 36 ബസ്സാണ് നമ്മുടെ മുമ്പിൽ ദേ ഈ അഭ്യാസം കാണിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. KL 58 Y ആണോ V ആണോ എന്നൊരു ഡൗട്ടേ ഉള്ളൂ. ഇപ്പോഴേ സമയം 7:25 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഒരു 10 മിനിറ്റോളം യാത്രയേ ഉള്ളൂ നമ്മുടെ പറശ്ശിനിക്കടവിലേക്ക് നമുക്ക് എത്താനായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് നമുക്ക് മുമ്പിൽ ദേ ഈ പോകുന്നത്. ഒരു സ്കോർപ്പിയോയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക്. ദേ അങ്ങനെ 7:42 അടുത്ത് നമ്മൾ ഇതേണ്ട് പറശ്ശിനിക്കടവ് എത്തിയിരിക്കണം കേട്ടോ. നമ്മളിപ്പം നിൽക്കുന്നത് പറശ്ശിനിക്കടവ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. നമ്മൾ വന്ന ബസ്സാണ് ദേ കിടക്കുന്നത് കേട്ടോ. ഇനി ഒന്ന് ഫ്രഷ് ആകണം ആദ്യം തന്നെ അല്ലേ. നമ്മൾ വന്നിറങ്ങിയ സ്റ്റാൻഡാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത്. ഇവിടെ ഫ്രഷപ്പ് ആകാനായിട്ട് സംവിധാനമുണ്ട്. ദേ അത് കണ്ടോ, അവിടെ നമുക്ക് ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യമുണ്ട്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ഇവിടെയാണ് ഫ്രഷപ്പ് ആകുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ മുകളിലായിട്ട് ഷീ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇവിടെ സ്ത്രീകൾക്ക് ഫ്രഷപ്പ് ആകാനും റൂം എടുക്കാനും ഡോർമെട്രിയും ഒക്കെ തന്നെയുള്ള സൗകര്യമുണ്ട്. നമ്മൾ താഴെയാണ് ഫ്രഷ് ആകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആൻഡ് വാഷ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. ഷീ ലോഡ്ജ് മുകളിലാണ് കേട്ടോ. ഇതിനപ്പുറേ തന്നെയുണ്ട് ഇവിടെ നമുക്ക് ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മൾ അല്ലാതെ പറശ്ശിനിക്കടവ് വന്ന് റൂം എടുക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രൂപ നമുക്ക് ആകും. ഇവിടെ ഫ്രഷ് ആകാനായിട്ട് എനിക്ക് 50 രൂപ മാത്രമാണ് ആയത് കേട്ടോ. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ദേ ഈ ഗോപുരം കടന്ന് ഇതുവഴി നടന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ദേ ഈ വഴി താഴോട്ട് ഇറങ്ങി ഏകദേശം 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അവിടെ പാർക്കിങ്ങും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വന്ന സ്റ്റാൻഡിൽ നിന്ന് ബസ് ദേ ഒരു KSRTC ബസ് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതുവഴി നേരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നു വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ദേ ഇവിടെയായിട്ട് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവഴി ഏകദേശം ഒരു 500 മീറ്ററോളം നമ്മൾ താഴോട്ട് പടിക്കെട്ടുകളാണ് കേട്ടോ. ഇനി ഇതുപോലുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ തിരിച്ച് കയറുമ്പോൾ നല്ലൊരു കയറ്റമായിരിക്കും കേട്ടോ. ഇവന്മാരെയൊക്കെ നമുക്ക് ഇവിടെ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവന്മാരൊന്നും ആരെയും തന്നെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്നൊരു ആരമുണ്ടോ, ഇതുവഴി റൈറ്റ് പോകുമ്പോഴേ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. കുട്ടികളെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടം തൊട്ട് തന്നെ ഓരോ സാധനങ്ങൾ മേടിക്കാനുള്ള കരച്ചിലും വീഴ്ചലും ഒക്കെ തന്നെ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അവിടെ വരുന്നവരൊക്കെ തന്നെ കണ്ണ് പൊത്തിപ്പോകാനായിട്ട് സൂക്ഷിക്കുക. ധാരാളം ഫോട്ടോ ഫ്രെയിമുകളും കളിപ്പാട്ടങ്ങളും എന്ന് വേണ്ട ചിന്തക്കടകൾ ഒരുപാട് കടകളൊക്കെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യം വേണ്ട എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ക്ഷേത്രത്തിന് അടുത്ത് വരെ ഇത് തന്നെയാണ് ഇരു സൈഡിലുകളായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കാണാൻ തന്നെ അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ലെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. അങ്ങനെ ഞാൻ ക്ഷേത്ര കവാടത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. ഇവിടെയായിട്ട് ഇതിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കും. ഞാൻ കൊണ്ടുവന്നൊരു ബാഗാണ് കേട്ടോ. ആ ബാഗ് അവിടെ വെച്ചതിന് ഏകദേശം 30 രൂപയോളം ആയിട്ടുണ്ട്. ടോക്കൺ നമ്പർ 84 എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂണ്ടല്ലോ ഈ ക്ലോക്ക് റൂം സൗകര്യം ഇവിടെ ഇപ്പോൾ നിലവിൽ ലഭ്യമാകത്തുള്ളൂ. അപ്പോഴേ ഇതാണ് ക്ലോക്ക് റൂം സൗകര്യമൊക്കെ. ബാഗൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശനി ഞായർ ദിവസം അതാണ് മടപ്പുര. അതിനകത്താണ് മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. അതിനെയാണ് മടപ്പുര എന്നൊക്കെ പറയുന്നത്. കുഞ്ഞു പിള്ളേർക്ക് ചോറൂണിനായിട്ട് പ്രത്യേകം ക്രമീകരിക്കുന്ന സ്ഥലമാണ് ഇത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ ചോറൂണ് നടത്തുന്നത്. ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രസാദം കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. രാവിലെ 7:30 മുതൽ രാത്രി 8 വരെയാണ് ഇവിടെ പ്രസാദം കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ പ്രസാദം കൊടുക്കുന്നത്. മുകളിലും താഴെയുമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. തിരക്കുള്ള ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു മുകളിലും താഴെയുമായിട്ട് ക്രമീകരിച്ചത്. അല്ലെങ്കിൽ താഴെ മാത്രമേ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ വഴിപാട് കൗണ്ടറുണ്ട് കേട്ടോ. ഇവിടെ എത്തി വഴിപാട് രസീതൊക്കെ തന്നെ എടുത്ത് വഴിപാടൊക്കെ തന്നെ നടത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അടുത്തതായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസാദം കഴിക്കണം. അപ്പം നമ്മൾ പ്രസാദം കഴിക്കുന്ന അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പം നിൽക്കുന്നത് 2ാമത്തെ നിലയിലാണ്. നോക്കിക്കേ, ഇതാണ് നമുക്ക് കിട്ടിയത്. തേങ്ങാക്കൊത്തും കടലയുമാണ് നമുക്ക് രാവിലെ കിട്ടിയത്. സാധാരണ വൻപയറാണ് കിട്ടാറുള്ളത് കേട്ടോ. അവിടെയായിട്ട് ചായ റെഡി ആകുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് കഴിച്ചിട്ട് ഒരു ചായയും കൂടെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാവുന്നതാണ്. കണ്ടോ, ഇവിടുത്തെ തിരക്ക് ഞാൻ ശരിക്കും കാണിക്കട്ടെ. ഇത്രത്തോളം തിരക്കുണ്ട് ഇവിടെ കേട്ടോ. മടപ്പുരയ്ക്ക് ഉള്ളിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പം മുത്തപ്പൻ തെയ്യം അവിടെ ആടുന്ന സമയമാണ്. അപ്പം
ഇതൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഒരു ചായയുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ മുത്തപ്പൻ തെയ്യം ആടുന്ന സമയമാണ് ഇപ്പം. ഞായറാഴ്ച ശനിയാഴ്ച വരുന്നെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ കാണുന്നതാണ് മടപ്പുര എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്താണ് മുത്തപ്പൻ തെയ്യം ആടുന്നത്. ക്ഷേത്രം ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. മടപ്പുര എന്നാണ് ക്ഷേത്രത്തിന് പറയുന്നത്. ക്ഷേത്രത്തിന് മുമ്പിലൂടെയാണ് വളവട്ടണം പുഴ ഒഴുകുന്നത്. ഇവിടെ ഇറങ്ങി കാലും കൈയും ഒക്കെ കഴുകിയതിന് ക്ഷേത്രം മാത്രമേ മടപ്പുരയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാവൂ. അപ്പോഴേ മടപ്പുരയ്ക്കുള്ളിൽ ഫോണൊന്നും അനുവദിക്കത്തില്ല കേട്ടോ. ഫോണിൽ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനോ ഒന്നും തന്നെ അനുവദിക്കത്തില്ല കേട്ടോ. അപ്പോഴേ അതിൻ്റേതായ പവിത്രത ഇവിടെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് ഈ മടപ്പുര എന്നത്. അപ്പോൾ ഇവിടെ തൊഴുതതിന് ശേഷം ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ മടപ്പുരയിൽ നിന്ന് ഇറങ്ങി ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഊട്ടുപുര, പുതിയ ഊട്ടുപുരയാണ് കേട്ടോ. മുകളിലും താഴെയായിട്ട് തന്നെ ഊട്ടുപുരയുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആ വൈഡായിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളവട്ടണം പുഴയിൽ ഇനിയൊരു ബോട്ടിങ് നടത്തണം, അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് ബോട്ട് ഹൗസ് ഉള്ളത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ബോട്ട് ഹൗസാണ്, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഉല്ലാസയാത്രാ ബോട്ടിന് 50 രൂപയ്ക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഫാമിലി ബോട്ടിന് 500 രൂപയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രൈവറ്റായിട്ട് നടത്തുന്നതാണ് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസാണ് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണുന്ന അവിടെയായിട്ട് കാണുന്നത്. ആ ബോട്ട് കെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബോട്ട് എപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. കേരള സർക്കാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബോട്ടിൻ്റെ സമയ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ 9:30, പിന്നെ അത് കഴിഞ്ഞ് 10:15, 11:45, 2 മണി, 3 മണിയൊക്കെയാണ് സമയം വരുന്നത്. ഇത് ദീർഘദൂര സർവീസ് നടത്തുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9:30 അടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി വന്നാൽ മതിയല്ലോ. അപ്പം പ്രൈവറ്റ് ബോട്ട് പിടിക്കാം, അതായിരിക്കും നല്ലത്. ഞാൻ 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇവിടെ നമ്മൾ എന്നിട്ട് കാത്തിരിക്കണം. അപ്പം ബോട്ട് വരും കേട്ടോ. ഇവിടെ ഒന്ന് ചുറ്റി വരും, അരമണിക്കൂറത്തേക്കിന് ചുറ്റി വരുന്നതിന് 50 രൂപ. ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ചുറ്റാനായിട്ട്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചെറിയൊരു ഹൗസ് ബോട്ടാണ് ഈ വരുന്നത് കേട്ടോ. ഇതിലാണ് നമ്മൾ ചുറ്റാനായിട്ട് പോകുന്നത്. അപ്പം ജെട്ടിയിലേക്ക് അടുപ്പിച്ചു ഞാൻ കയറി കേട്ടോ. ഇത് അപ്പർ ഡെക്ക് കൂടെയുണ്ട്. അപ്പം നമ്മൾ താഴെ ഇരിക്കുന്നില്ല, മുകളിലേക്ക് പോകാം, അതായിരിക്കും നല്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ കാണാം. നമ്മളെ സാധാ ഹൗസ് ബോട്ട് പോലെ തന്നെയുള്ള ഒരു ബോട്ടാണ് ഇത് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് കഴിയും കേട്ടോ. 50 രൂപയുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം കറങ്ങി വരാമെന്നാണ് പറഞ്ഞത്. 3/4 മണിക്കൂറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ധാരാളം ബോട്ടുകൾ 50 രൂപയ്ക്ക് ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തേക്കിന് ഈ വളവട്ടണം പുഴയിൽ ഇങ്ങനെ കറങ്ങി വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പോയി വരാം. ഇപ്പം സമയം ഏകദേശം 9:30 അടുത്തിട്ട് 9:37 കഴിഞ്ഞു. അപ്പം നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ജെട്ടിയിൽ നിന്ന് ബോട്ട് എടുത്തിരിക്കുകയാണ്. അതാണ് സർക്കാർ ബോട്ടാണ് നമ്മൾ ആ കാണുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ പാലം ഉണ്ടല്ലോ, ഈ പാലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് പോകുന്നതായിരിക്കും. നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ്, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇവിടെ ബോട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഫാമിലി ബോട്ടിന് ഏകദേശം ഒരു 6-7 പേര് പോകും, 8 പേര് പോകുന്നതിന് ഏകദേശം 500 ചാർജ് ചെയ്യുന്ന ചെറിയ ബോട്ടുകളും ഇവിടെയുണ്ട് കേട്ടോ. അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു 1/4 മണിക്കൂർ കറങ്ങി നമുക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടും ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് 40 രൂപയ്ക്ക് സർക്കാർ ബോട്ടിൽ കയറി സഞ്ചരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോയിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ കിടക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ കറങ്ങി വന്നിട്ടുണ്ടല്ലോ പറശ്ശിനിക്കട ക്ഷേത്രം മടപ്പുര നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ബോട്ടിൽ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കുറച്ച് നേരം ബോട്ട് നിർത്തിയിടുമല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പേര് ഈ ബോട്ടിൽ കയറുന്നത്. ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. സായം സന്ധ്യയ്ക്കുള്ള കാഴ്ചയാകുമ്പോൾ അതിമനോഹരമായിരിക്കും. ബോട്ടിങ്ങിന് പറ്റിയ സമയം രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവുമാണ് കേട്ടോ. അങ്ങനെ ഏകദേശം അരമണിക്കൂറത്തെ കറക്കത്തിന് ശേഷം നമ്മൾ കയറിയ ജെട്ടി തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ തന്നെ ഒന്ന് ചുറ്റി നടന്ന് കാണാം അല്ലേ. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയും ധാരാളം കടകളൊക്കെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇരു സൈഡുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കളിപ്പാട്ട കടകൾ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അതുവഴി ഇങ്ങോട്ട് വരുമ്പോൾ പാർക്കിംഗ് ഏരിയ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതിവിശാലമായ വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. ചെറു വാഹനങ്ങളിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വാഹനം ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റൂം ഒക്കെ എടുക്കേണ്ടവർക്ക് ആവശ്യമായ റൂമിൻ്റെ സൗകര്യങ്ങളുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തന്നെ ഇവിടെ ഈ പരിസരത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്, പാർക്കിംഗ് ഗ്രൗണ്ട് വരുന്നത് കേട്ടോ. ഇവിടെ ധാരാളമായിട്ട് യുവന്മാരെ കാണാനായിട്ട് സാധിക്കും. ആരും ഒന്നും തന്നെ ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ ഊട്ടുപുരയുടെ മുന്നിലേക്ക് വന്ന് ഇവിടെ ഉണ്ടല്ലോ നല്ല ക്യൂ ആയി കേട്ടോ. 11:30 അടുത്ത് ഇവിടെ ഉണ്ടല്ലോ ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങും.
ഏകദേശം 12 മണിയോട് അടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ തികച്ചും സൗജന്യമാണ് കേട്ടോ ഭക്ഷണം. അതുപോലെ തന്നെ വൈകിട്ടും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്കുള്ള ക്യൂ ആണ് ഈ ലെഫ്റ്റിൽ കൂടെ കയറുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ ആണ് കേട്ടോ. ഏകദേശം 12:15 അടുത്തിട്ട് നമ്മൾ ഈ ചെറിയ ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ടേ. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ മേടിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ താഴെ സ്ത്രീകൾക്കും മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്കുമാണ് കേട്ടോ. അതിവിശാലമായ ഏരിയ ആണ് നമുക്കായിട്ട് ഇരിക്കാനായിട്ടുള്ളത്. ചോറും മോരും അതുപോലെ തന്നെ സാമ്പാറുമാണ് കഴിക്കാനുള്ളത്. കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റൊക്കെ തന്നെ നമ്മൾ കഴുകി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം മടപ്പരിക്കുള്ളിൽ കയറി വിശ്രമിക്കാം കേട്ടോ. അതിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ അവിടെയുണ്ട്. ഞായറാഴ്ചയാണ് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ വന്നപ്പോഴത്തേക്കിന് മുത്തപ്പനും തിരുവപ്പനെയും കൂടെ നമുക്ക് മടപ്പരയ്ക്കുള്ളിൽ കാണാനായിട്ട് സാധിച്ചായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ 8 മണിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ മുത്തപ്പനും തിരുവപ്പനും ഒക്കെ തെയ്യക്കോലം കെട്ടി മടപ്പരയ്ക്കുള്ളിൽ ആടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഉണ്ടല്ലോ, ഇവര് മുത്തപ്പനും തിരുവപ്പനും കൂടെ നമുക്ക് അനുഗ്രഹം തരും. ആ സമയത്ത് തിരുവപ്പന്റെയും മുത്തപ്പന്റെയും ഒക്കെ അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. സമയം ഇപ്പൊ ഏകദേശം 4:30 ഏകദേശം 6:15 എൻ്റെ ബസ് നാട്ടിലേക്ക്. ഞാൻ വന്ന ബസ്സിൽ തന്നെയാണ് ടിക്കറ്റ് റിട്ടേൺ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വന്ന ബസ്സിൽ തന്നെയാണ് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ പ്രസാദം ഒന്ന് കഴിക്കണം. തേങ്ങാക്കൊത്തും വൻപയറും പ്രസാദം. രാവിലെ കടലയാണ് കിട്ടിയത്, ഇപ്പം എനിക്ക് വൻപയർ കിട്ടി കേട്ടോ. ഇനി ചായക്കാനുള്ള നീണ്ട കാത്തിരിപ്പാണ് കേട്ടോ. പ്രസാദമൊക്കെ കഴിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട്. രാവിലെ കണ്ട പോലാണോ ഈ സ്ഥലങ്ങൾ നോക്കി? ഏകദേശം 4:30 കഴിഞ്ഞതേ ഉള്ളൂ. ജനസാഗരം ഒഴിഞ്ഞ് കണ്ടോ. ആരുമില്ല, എല്ലാവരും ഉണ്ട്. എന്നിരുന്നാൽ പോലും തിരക്ക് കുറഞ്ഞ ഒരു സമയമായി അല്ലേ. അതെ, ഇവിടെ ഞായറാഴ്ച ദിവസമാണെങ്കിലും ശനിയാഴ്ച ദിവസമാണെങ്കിലും രാവിലെയാണ് ആളുകൾ ഏറെ എന്നാണ് അറിഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഒറ്റ വീടിൽ മുകളിൽ ചെന്നിട്ട് ഇനി കാഴ്ചകളേറെ കാണാം. ഇവിടെ കമ്മലുകളും കളിപ്പാട്ടങ്ങളും അങ്ങ് മാലകളെ ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ വില പേശി കഴിഞ്ഞാൽ ഇച്ചിരി രൂപയൊക്കെ അവർ കുറച്ച് തരും എന്ന് കരുതി മൊത്തത്തിൽ അവർ കുറയ്ക്കത്തില്ല കേട്ടോ. ഇവന്മാരുടെ ഏരിയയാണ് കേട്ടോ. ഇവന്മാർ ധാരാളമായിട്ട് ഇവിടെയുണ്ട് കേട്ടോ. ഇവന്മാരെ ഒന്നും തന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴേ നമുക്കിനി മുകളിൽ ചെന്നിട്ടേ കാണാം. തിരിച്ചു വരുമ്പോൾ ഒരു ഓട്ടോ എടുത്ത് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ സ്റ്റാൻഡിലേക്ക്. അല്ലെങ്കിൽ ഈ കയറ്റം മൊത്തം കയറണം. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴത്തേനും വേറെ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഏകദേശം 5 മണിയോട് അടുത്തു. നമ്മുടെ ബസ്സാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവൻ ഇവിടെ തന്നെയാണ് കിടന്നത്. രാവിലെ ഇവിടെ സ്റ്റാൻഡ് പിടിച്ചിട്ടാണ്. അപ്പം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഇവിടെ കണ്ണൂർക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ തന്നെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ KSRTC ഇതിനകത്ത് കയറും കേട്ടോ. നാട്ടിലേക്കുള്ള ടിക്കറ്റും ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സമയം ഏകദേശം 5:45 നമ്മുടെ ബസ് പുറപ്പെടുമ്പോൾ ഏകദേശം 6:15 ആകും. നമ്മുടെ ബസ്സിന്റെ ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അരുൺ ചേട്ടനും അനൂജ് ചേട്ടനും. അവർ വണ്ടിയൊക്കെ കഴുകുന്ന തിരക്കിലാണ്. വണ്ടിയുടെ ഗ്ലാസും സൈഡ് ഗ്ലാസും ഒക്കെ കഴുകുന്ന തിരക്കിലാണ്. അരുൺ ചേട്ടനും അനൂജ് ചേട്ടനും നല്ല കമ്പനിയാണ് കേട്ടോ. ഞാൻ ബസ്സിന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഏകദേശം 51 പാസഞ്ചേഴ്സ് സീറ്റോളം ഈ ബസ്സിനുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ട് സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബസ് കൂടിയാണ് നമ്മുടെ ഈ വോൾവോ ബസ്. രാത്രി ആയതിനാൽ ബസ്സിനെ മൊത്തത്തിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് കേട്ടോ. എമർജൻസി എക്സിറ്റ് ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചില്ലൊക്കെ തട്ടിപ്പൊട്ടിക്കാനായിട്ടുള്ള സാധനങ്ങൾ, ടൂളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നിലും ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് AC വെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ റീഡിങ് ലൈറ്റുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങളുള്ളൊരു ബസ് ഉണ്ടോ. കർട്ടനൊക്കെ 2 സൈഡിൽ പിടിച്ചിടാനുള്ള ക്ലിപ്പുകൾ. അതുപോലെ തന്നെ ഞാൻ സീറ്റിൻ്റെ കാര്യമൊക്കെ തന്നെ ഇന്നലെ രാത്രിയിൽ കാണിച്ചതാണ്. അതുപോലെ തന്നെ ചവിട്ടാനുള്ള സ്റ്റെപ്പ്, അങ്ങ് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ ബസ്സിലുണ്ട് കേട്ടോ. ഇത് പുഷ് ബാക്ക് സീറ്റിൻ്റെ ലൈറ്റൊക്കെ ഓണാക്കി കേട്ടോ. ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകം കാണാൻ വേറെ ഒരു വൈബാണ് കേട്ടോ. അത്ര മനോഹരമാണ് അല്ലേ. ബസ്സൊന്നും റിവ്യൂ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇതൊന്നും പറഞ്ഞു ഫലിപ്പിക്കാനും എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ രാത്രി ഇതിനകം കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഇരു സൈഡുകളിലായിട്ട് നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസുകളും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഏറെയും ഒക്കെ തന്നെ ഈ ബസ്സിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെൻട്രൽ AC ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ TV യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ KSRTCയുടെ വോൾവോ 900 ബസ്സിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വന്നതും ഇതിൽ തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഓൺ ടൈമിന് തന്നെ നമ്മുടെ ബസ് പറശ്ശിനിക്കടവ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 6:15 അടുത്ത് നമ്മുടെ ബസ് പറശ്ശിനിക്കടവ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണ്ടു മടങ്ങാം. അത് എല്ലാവർക്കും
അറിയാവുന്ന കാര്യം തന്നെയാണ്. KSRTC ബസ്സിലാണ് വരുന്നതെങ്കിലുണ്ടല്ലോ എങ്ങും ഇറങ്ങുകയും കയറുകയും ഒന്നും വേണ്ട. നമുക്ക് പറശ്ശിനിക്കടവ് സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നോ അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് കയറിയോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് ഈ യാത്രയ്ക്കായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ബസ് ടിക്കറ്റ് ഏകദേശം 2172 രൂപയും രാത്രിയിൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭക്ഷണം കഴിച്ചത് ഏകദേശം 200 രൂപയും മൊത്തം 2372 രൂപ മാത്രമാണ് ആയത്. രാവിലത്തെ കാപ്പിയും ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ വൈകിട്ടത്തെ കാപ്പിയും എല്ലാം ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ആണ് കഴിച്ചത്. അപ്പോഴേ ഈ യാത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ നിങ്ങൾ പറ. ഇപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നത് NH-ലൂടെയാണ് കേട്ടോ, നാഷണൽ ഹൈവേയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6 വരി പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ബസ്സിന്റെ റൂട്ട് വരുന്നത് പറശ്ശിനിക്കടവിൽ നിന്നെടുത്ത ബസ് കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, കോട്ടാങ്കൽ, കുറ്റിപ്പുറം, തിരൂര്, ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോട്ടയം, ചെങ്ങന്നൂർ, കൊട്ടാരക്കര, കിളിമാനൂർ വഴി രാവിലെ കാലോടുകൂടി തിരുവനന്തപുരത്തെത്തും. അവിടെ ഇനി നമുക്ക് അങ്ങ് ചെങ്ങന്നൂർ എത്തിയട്ടെ കാണാം. വെളുപ്പിനെ 3:41 അടുത്ത് നമ്മളിത് ചെങ്ങന്നൂർ എത്തിയിരിക്കണം കേട്ടോ. വണ്ടി ഓൺ ടൈം എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല കേട്ടോ. അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത്. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.